കാട്ടാന ആക്രമണത്തിൽ നേര്യമംഗലത്ത് കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിന് മാത്യു കുഴൽനാടൻ എംഎൽഎയും എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അടക്കം 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലം പ്രയോഗിച്ചായിരുന്നു അറസ്റ്റ്. നേതാക്കളുടെ അറസ്റ്റിന് പിന്നാലെ വൻ സംഘർഷമാണുണ്ടായത്. അറസ്റ്റ് തടയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പ്രതിഷേധക്കാർ പോലീസ് ജീപ്പും ബസ്സും അടിച്ചു തകർത്തു. തലസ്ഥാനത്തും പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തി. പുലർച്ചെ 2:30 മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിരവധി പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതക്കുകയും നിരപരാധികളായിട്ടുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു സമീപനം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിന്റെ അകത്ത് കൃത്യമായിട്ടും നിയമവിരുദ്ധമായും നിയമം ലംഘിച്ചും പ്രവർത്തകരെ ഉപദ്രവിക്കുകയും അതെല്ലാം പോലീസ് മൃഗീയമായി ക്യാമ്പിൽ നിന്നും വന്ന പോലീസുകാരെ ഉപയോഗിച്ച് പ്രവർത്തകരെ ഉപദ്രവിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പരിശ്രമിക്കും. സിപിഎമ്മിന്റെ കൊട്ടേഷൻ സംഘമായി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയതിന്റെ ഒരു തെളിവാണ്. എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ തൊട്ടടുത്ത് സമരപന്തലുണ്ടല്ലോ, എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ പോകാം. അതിന് തൊട്ട് മുമ്പ് ഞാൻ മാത്യു കുഴൽനാടനും സ്റ്റേഷനിൽ പോയി അഡീഷണൽ SP എല്ലാവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത്. പിന്നെ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെയൊന്നും സമരത്തെ തളർത്താനോ അങ്ങനെ ഭയപ്പെടുത്താനോ അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെല്ലാം ഞങ്ങളന്ന് താമസിയാതെ ഈ സർക്കാരിനും ഈ പോലീസിനും മനസ്സിലാകും. ശ്രീകാന്ത് ഉണ്ട് തത്സമയ വിവരങ്ങളുമായി. ശ്രീകാന്ത്, നാടകീയ സംഭവങ്ങളാണ് ഇന്നലെ അരങ്ങേറിയത്. അതിൽ ഏറ്റവും ഒടുവിലാണിപ്പോൾ ഇരു നേതാക്കൾക്കും, അതായത് ഷിയാസിനുമൊപ്പം മാത്യു കുഴൽനാടനും ഇടക്കാല ജാമ്യം കോടതി നൽകിയത്. അതിനുശേഷവും പ്രതിഷേധത്തിന് കുറവില്ല. പലയിടങ്ങളിലായി പ്രതിഷേധ സ്വരം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഇതിൽ കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ? എന്താണ് ഇതിനെക്കുറിച്ച് പോലീസ് നടപടിയെക്കുറിച്ച് നേതാക്കൾ വ്യക്തമാക്കുന്നത്? പ്രജിൻ, നാടകീയം, അസാധാരണം എന്നിങ്ങനെ മാത്രമേ ഇന്നലെ രാത്രി നടന്ന സംഭവത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു മുൻപ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടത്ത് നടന്ന ഒരു പ്രതിഷേധമാണ്, ഈ അർദ്ധരാത്രി മുഴുവൻ നീണ്ടുനിന്ന ഒരു പ്രതിഷേധം ഇതിനു മുമ്പ് നമ്മൾ കോൺഗ്രസിന്റേതായി കണ്ടത്. ഇന്നലെ ഈ കോതമംഗലം ടൌണിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങൾ തന്നെയായിരുന്നു. കാരണം ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട്, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ ഇന്നലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയ പ്രക്ഷോഭം ഈ മൃതദേഹവുമായി നടന്നിരുന്നു. അതിനുശേഷം പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടായി. പോലീസ് അതിൽ കേസെടുക്കും എന്ന് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ നേതാക്കളോട് പറയുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം രാത്രിയോടുകൂടി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. തുടർന്ന് മാത്യു കുഴൽനാടൻ MLAയും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവരെ ഏതാണ്ട് ഒരു 13 പ്രവർത്തകരെയും ചേർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി. ഇവിടെയുണ്ടായിരുന്ന പോലീസിന്റെ 2 വാഹനങ്ങൾ പ്രവർത്തകർ എറിഞ്ഞു തകർക്കുന്ന സാഹചര്യവും ഉണ്ടായി. പോലീസുമായി രാത്രിയിൽ പൂർണ്ണമായ തോതിൽ വലിയ പ്രതിഷേധം, പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ കുറേയധികം സമയം ഈ നേതാക്കൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വന്നു. 2:30 ഇവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇവർക്ക് പിന്നീട് ജാമ്യം കിട്ടുകയും ചെയ്തു. പക്ഷേ ഇന്നലെ പകൽ എന്താണോ കണ്ടത് അതിന്റെ തനി ആവർത്തനമാണ് ഇന്നലെ രാത്രിയിലും ഈ കോതമംഗലം നഗരത്തിൽ കാണാൻ സാധിച്ചത്, കോതമംഗലം ടൌണിൽ കാണാൻ സാധിച്ചത്. നിലവിലിപ്പോൾ സ്ഥിതി ശാന്തമാണ്. പക്ഷേ അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം നിലവിലിപ്പോൾ നേതാക്കൾ 2 പേർ, മാത്യു കുഴൽനാടൻ MLAയും അതോടൊപ്പം എൽദോസ് കുന്നപ്പള്ളി MLAയും ഇപ്പോൾ ഉപവാസ സമരം അനുഷ്ഠിക്കുകയാണ്. ഈ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വയോധികയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടാണ് അവരിപ്പോൾ ഇവിടെ ഈ പ്രതിഷേധ സൂചകമായി ഉപവാസ സമരം നയിക്കുന്നത്. ഇന്ന് മരിച്ച ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിക്കും. ഇന്നലെയും ആ വീട്ടിൽ ഈ കോതമംഗലത്ത് കണ്ടതിന് സമാനമായ പ്രതിഷേധം, പ്രക്ഷോഭം അത് ഈ അവരുടെ വീടിന് അടുത്തും, നേര്യമംഗലത്ത് അവരുടെ വീടിന് അടുത്തും കാണാൻ സാധിച്ചു. പോലീസിന് നേരെ കയ്യേറ്റം ഉണ്ടായി. പോലീസിനെ
പ്രതിരോധിക്കുന്ന, അവിടുത്തെ ജനങ്ങൾ ചേർന്ന് പ്രതിരോധിക്കുന്ന സാഹചര്യം കാണാൻ സാധിച്ചു. അതിനുശേഷം ഇന്നലെ രാത്രി അവിടെ എത്തിയ MLAക്ക് നേരെ വലിയ തോതിൽ പ്രക്ഷോഭം, എ രാജ MLAക്ക് നേരെ വലിയ തോതിൽ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. നാട്ടുകാരും MLAക്കൊപ്പം വന്നവരും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. ഇന്ന് 10 മണിയോടുകൂടി സംസ്കാരം നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സംസ്കാരവും മറ്റു നടപടികളുമൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇവിടെ ഈ വന്യജീവി ശല്യത്തിന് കൃത്യമായ പരിഹാരം വേണം എന്നാവശ്യപ്പെട്ട്, നീതി കിട്ടണം എന്നാവശ്യപ്പെട്ട് ഒരു വശത്ത് ഈ ഉപവാസ സമരവും മുന്നോട്ട് പോവുകയാണ്. ഇന്നലത്തെ ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും ഈ മരണത്തിന് പിന്നാലെ കോതമംഗലം നഗരത്തിൽ അക്ഷരാർത്ഥത്തിൽ നടന്നത് വലിയ, ഇതിനു മുൻപൊന്നും കേട്ടുകേൾവിയില്ലാത്ത, ഇതിനു മുൻപൊന്നും തന്നെ കണ്ടിട്ടില്ലാത്തത്ര വലിയ സംഘർഷമായിരുന്നു. ശ്രീകാന്ത്, ജാമ്യം ലഭിച്ച ശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന് കാരണമെന്ന് അറിയില്ല. നേരത്തെ അതിനു മുമ്പ് പോലീസിനെ നേരിൽ കണ്ടതാണ് മാത്യു കുഴൽനാടൻ MLAയും ഒപ്പം ഷിയാസും എല്ലാം. അപ്പോഴൊന്നും പോലീസ് ഇക്കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് അതിനുശേഷം പെട്ടെന്ന് വന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. അതിന് പിന്നിൽ എന്ത് എന്നറിയില്ല എന്ന് നേതാക്കൾ പറയുന്നു. ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം അവരുടെ ഭാഗത്തുനിന്നും നൽകുന്നുണ്ടോ? ഇന്നിപ്പോൾ ഈ പ്രതിഷേധം കൂടുതൽ ഇടങ്ങളിലേക്ക് ശക്തമായി വ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടല്ലോ. പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞ കാര്യം, അതായത് ഈ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നുള്ള രീതിയിൽ ഒരു വകുപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്നും ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിക്കുള്ളിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിക്കുള്ളിൽ സംഘർഷമുണ്ടാക്കി എന്ന പേരിൽ ഒരു കേസ് കൂടി ചുമത്തിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും. മറ്റൊന്ന് ഈ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയത് എന്ന് പോലീസ് പറയുന്നു. പോലീസിന് നേരെ ഇന്നലെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും കയ്യേറ്റ ശ്രമമുണ്ടായി, മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് ആരോപിക്കുന്ന ഒരു കാര്യം. ഇക്കാരണത്താലാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കേണ്ടതും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യം വന്നത് എന്ന് പോലീസിന്റെ ഭാഷ്യമുണ്ട്. മാത്യു കുഴൽനാടൻ MLA സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന്റെ കണ്ണിലെ കരടാണ് മാത്യു കുഴൽനാടൻ. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കം വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിന് പിന്നാലെ മാത്യു കുഴൽനാടനെതിരെ ഈ ഒട്ടനവധി കേസുകൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മാത്യു കുഴൽനാടനെതിരെ നിരവധി അന്വേഷണങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ഒരു തുടർച്ചയാണ് ഇപ്പോഴത്തെ കേസ് എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ ആരോപിക്കുന്നത്, കോൺഗ്രസിനോട് നിലപാട് വ്യക്തമാക്കുന്നത്. നിലവിൽ ഇന്നും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഇന്ന് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.